അതിരാവിലെ സമയത്ത് കിറ്റിയും കിട്ടുവും ചായ കുടിക്കാനായി ഒരു ചായക്കടയിലിരിക്കുമ്പോൾ കോളനിയിലെ 14 വയസ്സുള്ള സന്ദീപ് എന്നൊരു കുട്ടി വെളിയിൽ ഒറ്റയ്ക്കിരിക്കുന്നത് കാണുന്നു. മുഖത്ത് വിഷാദം പരന്നിട്ടുണ്ട്. അത് കണ്ട് കിറ്റിയും കിട്ടുവും സന്ദീപിനെ അവരുടെ അടുത്തേക്ക് വിളിച്ചു. അവൻ പറഞ്ഞു വീട്ടിൽ അവന്റെ അമ്മയ്ക്ക് തീരെ സുഖമില്ലെന്ന്. ഇപ്പോൾ കിറ്റിയും കിട്ടുവും സന്ദീപിനൊപ്പം അവന്റെ വീട്ടിലെത്തിയിരിക്കുന്നു. വരൂ നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന്. ശ്യാമ, ശ്യാമ. കിറ്റി, ഇത്രയും രാവിലെ? ഈ സന്ദീപ് എപ്പോഴാ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത്? സന്ദീപ്, നീ അകത്തേക്ക് പോയിക്കോ, ഞങ്ങൾ സംസാരിക്കാം അമ്മയോട്. സന്ദീപ് പറഞ്ഞല്ലോ ഈയിടെയായി നിനക്ക് തീരെ സുഖമില്ലെന്ന്. തണുപ്പല്ലേ, അതുകൊണ്ട് കുറച്ച്. സമയത്തിന് മരുന്നും മറ്റും കഴിക്കുന്നുണ്ടോ? ഉണ്ട്. ദിവസവും മറക്കാതെ ART എടുക്കുന്നുണ്ട്. എന്തൊക്കെയായാലും HIV-യുമായി ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള രീതി ഇത് തന്നെയാണല്ലോ. പക്ഷെ പിന്നെ എന്തു പറ്റി ശ്യാമ? കിറ്റി, നിനക്കറിയാമല്ലോ സന്ദീപിന്റെ അച്ഛൻ ജീവിച്ചിരിപ്പില്ലെന്ന്. അന്നു തൊട്ട് ഈ 2 കുട്ടികളുടെയും ഭാവിയെക്കുറിച്ചുള്ള ചിന്ത എന്നെ കാർന്നു തിന്നുകയാണ്. പക്ഷെ നീ ഉണ്ടല്ലോ ശ്യാമ, ഇവരെ 2 പേരെയും ശ്രദ്ധിക്കാനായിട്ട്. എന്തു പറയാനാ, ഇവരുടെ അച്ഛന്റെ ബന്ധുക്കൾ ഞങ്ങളെ വസ്തുവകകളുടെ പേരിൽ ഭീഷണിപ്പെടുത്തുകയാണ്. പേടിയുണ്ട് കിറ്റി. നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ 2 കുട്ടികൾ എവിടെ പോകും, എന്തു ചെയ്യും? വിഷമിക്കാതിരിക്കൂ ശ്യാമ, ഒരു മാർഗമുണ്ട്. അതുവഴി നിനക്കും സന്ദീപിന്റെയും ഗുഡിയയുടെയും ഭാവി സുരക്ഷിതമാക്കാൻ കഴിയും. എന്ത് മാർഗമാണ് കിറ്റി? സർക്കാർ ഒരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട് ശ്യാമചേച്ചി, HIV/AIDS ആക്ട് 2017. അതെ, ഈ നിയമത്തിന്റെ വ്യവസ്ഥകളിൻ കീഴിൽ നിങ്ങൾക്ക് പ്രോപ്പർട്ടിയുടെ രേഖകൾ നിങ്ങളുടെ ജില്ലയിലെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ അടുക്കൽ വയ്ക്കാൻ കഴിയും. അപ്പോൾ സന്ദീപിനും ഗുഡിയയ്ക്കും തന്നെ ഭാവിയിൽ ആ പ്രോപ്പർട്ടി എല്ലാം ലഭിക്കുകയും ചെയ്യും. ആർക്കും ഇവരിൽ നിന്ന് ഇവരുടെ അവകാശം കവർന്നെടുക്കാനാവില്ല. ഇത് നീ വളരെ നല്ല കാര്യമാണ് പറഞ്ഞത് കിറ്റി. അല്ലെങ്കിലും സന്ദീപ് ഇപ്പോൾ അല്പം കാര്യവിവരമുള്ളവനായിട്ടുണ്ട്. ഗുഡിയയ്ക്ക് വെറും 5 വയസ്സേ ആയിട്ടുള്ളൂ. ചേച്ചി, അതിനും ആക്ടിൽ വ്യവസ്ഥയുണ്ട്. സന്ദീപിന് ഗുഡിയയുടെ സ്കൂൾ, കോളേജ് അഡ്മിഷൻ, ബാങ്ക് അക്കൗണ്ട് എന്നിവയെല്ലാം കൈകാര്യം ചെയ്യാൻ കഴിയും, അവളുടെ രക്ഷിതാവ് എന്ന നിലയിൽ. പിന്നെ നിന്റെ 2 കുട്ടികളും കാര്യപ്രാപ്തിയുള്ളവരാണ് ശ്യാമ. എങ്കിൽ ഇനി ആശങ്ക വേണ്ട ചേച്ചി. 2 കുട്ടികളുടെയും ഭാവി ഇന്ന് തന്നെ സുരക്ഷിതമാക്കൂ. നിങ്ങൾ 2 പേരും പറയുന്നത് ശരിയാണ്. നാം കേട്ടല്ലോ ഒരു കാര്യമത്, HIV/AIDS ആക്ട് അത് ഒപ്പമുണ്ടല്ലോ. മനസ്സിലാക്കും കാര്യമത്, എല്ലാരോടും ചൊല്ലിടും ഗുണമുള്ള പാഠം അത്. നാം കേട്ടല്ലോ ഒരു കാര്യമത്, HIV/AIDS ആക്ട് അത് ഒപ്പമുണ്ടല്ലോ. HIV-യുടെ കൂടുതൽ വിവരങ്ങൾക്കായി ദേശീയ ടോൾ ഫ്രീ എയ്ഡ്സ് ഹെൽപ്പ് ലൈൻ 1097 വിളിക്കുക.